പെൻഷൻ മുടങ്ങിയതിനെതിരെ പിച്ചച്ചട്ടി സമരം നടത്തി ശ്രദ്ധ നേടിയ മറിയക്കുട്ടിക്ക് റേഷൻ കടയിൽ വിലക്കെന്ന ആരോപണം. കോൺഗ്രസ് പ്രവർത്തകന്റെ റേഷൻ കടയിൽ നിന്ന് സാധനങ്ങൾ നൽകിയില്ല, ബിജെപിക്കാരുടെ റേഷൻ കടയിൽ പോകാൻ പറഞ്ഞെന്നും ആരോപണമുണ്ട്. മറിയക്കുട്ടിയുടെ ആരോപണം അടിസ്ഥാനരഹിതമെന്ന് റേഷൻ കട ജീവനക്കാരൻ ജിൻസ് പറഞ്ഞു. അവിടെ ചെന്നപ്പോ പറഞ്ഞു, ഇത് കോൺഗ്രസ്സുകാരുടെ കടയാണ്, ഇവിടെ മേല വരവ്, നിങ്ങൾക്ക് പറ്റിയ കട ആയിരേക്കർ ശ്രീനിയുടെ കടയുണ്ട് BJP, അവിടെ പോയി മേടിച്ചോളണം, ഇവിടെ മേല വരവ്. മണ്ണെണ്ണ വരികയല്ല, അത് BJPയുടെ കടയിൽ തരികയല്ല, ഒരു കടക്കാരും തരികയല്ല, മണ്ണ BJPക്കാരുടെ കടയിൽ പോകാൻ പറഞ്ഞേ. കോൺഗ്രസിന്റെ നല്ല വിഷ്ണു എനിക്ക് ഒന്ന് കലക്ടർക്ക് കൊടുത്തു, ഒന്ന് ഡിപ്പ് ജില്ലാ സപ്ലൈസ് കൊടുത്തു. നേരിട്ട് കൈക്ക് കൊടുത്ത് സംസാരിച്ചു, അതെല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞു. ആഷിഖ് വീട് ഉൾപ്പെടെ നിർമ്മിച്ചു നൽകി കൂടെ ചേർത്ത് നിർത്തിയ കോൺഗ്രസിനെ ഒരു ഘട്ടത്തിൽ ബിജെപിക്ക് വേണ്ടി തള്ളി പറഞ്ഞിരുന്നു മറിയക്കുട്ടി. അതിന്റെ ഭാഗമായിട്ടാണോ റേഷൻ കടയിൽ നിന്ന് ഈ അനുഭവം ഉണ്ടായതെന്നാണോ പറയുന്നത്? എന്താണ് അവരുടെ ആരോപണം? മറിയക്കുട്ടി ആ നിലയിലാണ് പറയുന്നത്. കോൺഗ്രസ് നേതാവിന്റെ ഉടമസ്ഥതയിൽ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാവ് നടത്തുന്ന റേഷൻ കടയിൽ തനിക്ക് സാധനങ്ങൾ നൽകിയില്ല എന്നാണ് ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ മറിയക്കുട്ടി പറഞ്ഞത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ജില്ലാ സപ്ലൈ ഓഫീസറെ അടക്കം പരാതി നൽകിയിരുന്ന വിഷയം പരിഹരിക്കാമെന്ന് അവർ ഉറപ്പു നൽകിയിരുന്നുവെന്നും മറിയക്കുട്ടി പറയുന്നുണ്ട്. എന്നാൽ മറിയക്കുട്ടിയുടെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നാണ് ഈ റേഷൻ കടയിൽ തന്നെ ജോലി ചെയ്യുന്ന ജിൻസ് ജോസഫ് എന്നയാൾ പറയുന്നത്. അദ്ദേഹം പറയുന്നത്, മറിയക്കുട്ടി റേഷൻ കടയിൽ വന്ന സമയത്ത് നെറ്റ്വർക്ക് പ്രോബ്ലം ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാമല്ലോ, സംസ്ഥാനത്തെ എല്ലാ റേഷൻ കടകളിലും സ്ഥിരമായി ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് നെറ്റ്വർക്ക് പ്രശ്നം. അതിനെ തുടർന്ന് നിരവധി ആളുകൾ വന്നു പോയി, റേഷൻ മേടിക്കാതെ വന്നു പോയി. അക്കൂട്ടത്തിൽ വന്നു പോവുക മാത്രമാണ് മറിയക്കുട്ടി ചെയ്തത്. ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ഉദ്ദേശത്തോടെ മറിയക്കുട്ടിയെ മാറ്റി നിർത്തിയിട്ടില്ല എന്ന് ഈ റേഷൻ കടയിൽ ആ സമയത്ത് ഉണ്ടായിരുന്ന ജിൻസ് ജോസഫ് പ്രതികരിക്കുന്നുണ്ട്. ഏതായാലും ബിജെപി അവിടെ എങ്ങനെ മുതലാക്കുന്നുണ്ട്? ആ നിലയിൽ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ ഉയർന്നു വന്നിട്ടില്ല ധന്യ. കാര്യം ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ മറിയക്കുട്ടി ഈ നിലയിൽ പ്രതികരിക്കുകയായിരുന്നു. തന്നെ റേഷൻ കടയിൽ നിന്ന് മാറ്റി നിർത്തി BJPക്കാരുടെ റേഷൻ കടയിൽ പോയിക്കോളൂ എന്ന് അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകൻ പറഞ്ഞു എന്ന് മാധ്യമങ്ങളോട് പറയുകയായിരുന്നു. മറിയക്കുട്ടി തന്നെ ഈ വിഷയത്തിൽ പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജില്ലാ സപ്ലൈ ഓഫീസർക്ക് അടക്കം ഈ വിഷയത്തിൽ പരാതി നൽകിയിട്ട് ജില്ലാ കളക്ടർ പറഞ്ഞു എന്നാണ് മറിയക്കുട്ടി പറയുന്നത്. ഇരുവരും ഈ പ്രശ്നം പരിഹരിക്കാൻ ഇടപെടും എന്ന് ഉറപ്പു നൽകിയെന്നും മറിയക്കുട്ടി പറയുന്നുണ്ട്. പക്ഷേ സംഭവങ്ങളുടെ യാഥാർത്ഥ്യം ഇങ്ങനെയല്ല എന്നാണ് ഈ റേഷൻ കടയിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാരൻ പറയുന്നത്. നെറ്റ്വർക്ക് പ്രശ്നം മൂലമാണ് മറിയക്കുട്ടിക്ക് സാധനങ്ങൾ മേടിക്കാതെ റേഷൻ കടയിൽ നിന്ന് മടങ്ങി പോകേണ്ടി വന്നത് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു.